എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. Five of Pentacles, High Priestess, Strength card, Temperance, Death card, Queen of Cups. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 5 ഓഫ് പെൻറ്റക്കിൾസ് ഡെത്ത് കാർഡാണ്. പല കാര്യങ്ങളിലും ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയൊരു തുടക്കമാണ്. ജീവിതത്തിൽ പല കാര്യങ്ങളും കുറച്ചധികം നാളുകളായിട്ട് നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് ജീവിതത്തിൽ സങ്കടങ്ങളായിരുന്നു. ആ സങ്കടങ്ങളെയൊക്കെ നിങ്ങൾ ഫൈനലി അതിജീവിക്കുന്ന, ഇനി അങ്ങോട്ടേക്ക് സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ ആഘോഷത്തിൻ്റെ സെലിബ്രേഷൻ്റെ നാളുകളാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും ഒരു പുതിയ തുടക്കം എന്ന് തന്നെ പറയാം. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ പല മേഖലകളിലും പല അഴിച്ചുപണികളും ആവശ്യമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു അഴിച്ചുപണി എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ നിങ്ങളുടെ കരിയറിലായിരിക്കാം, നിങ്ങളുടെ ചിന്ത, അതായത് നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തിലായിരിക്കാം, അല്ലെങ്കിൽ ബന്ധങ്ങളിലായിരിക്കാം, മറ്റ് പല കാര്യങ്ങളിലും ഒരു അഴിച്ചുപണി ആവശ്യമാണ്. ഭാവി നല്ലൊരു ബെറ്റർ ആയിട്ടുള്ളൊരു ഭാവി ഉണ്ടാകണമെങ്കിൽ അത് ആവശ്യമാണ് എന്നുള്ളൊരു ചിന്തയിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു ചേഞ്ച്, ഈ ഒരു മാറ്റം അനിവാര്യമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പഴയ കാര്യങ്ങളിൽ തങ്ങി നിൽക്കുന്നൊരു സ്വഭാവത്തിൽ നിന്ന് പുറത്ത് കിടക്കുന്നുണ്ട്. ഭയം, എന്തൊരു കാര്യം വലിയൊരു, ചിലപ്പോൾ നിങ്ങൾ പുറത്തൊക്കെ നല്ല വലിയ വീരവാദമൊക്കെ അടിക്കുന്ന ഒരു വ്യക്തിയാണ്, പക്ഷേ കാര്യത്തോടടുക്കുമ്പോൾ ഒരു ഭയം, ഉള്ളിലൊരു ഭയം, ഉൾഭയം വളരെയധികം ഉണ്ട്. പക്ഷെ പുറത്ത് പറയുമ്പോൾ വളരെ വീരശൂര പരാക്രമികളായിട്ട് കാണാറുണ്ടെങ്കിൽ പോലും ആ ഒരു ഉൾഭയം കൂടുതലാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു ഉൾഭയം ഒക്കെ നിങ്ങൾ മാറ്റാണ്. ഭയമൊക്കെ മാറുന്നുണ്ട്. പിന്നെ അനാവശ്യമായിട്ട്, ആവശ്യത്തിൽ കവിഞ്ഞ് സെൻറ്റിമെൻറ്റ്സ്, ചില കാര്യങ്ങൾക്ക്, ചില ആളുകളിലേക്ക് ഒക്കെ നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള സെൻറ്റിമെൻ്റൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട്, അതൊക്കെ മാറുന്നുണ്ട്. കാരണം ഈ ആവശ്യത്തിൽ കവിഞ്ഞുള്ള സെൻറ്റിമെൻ്റൽ അറ്റാച്ച്മെൻറ്റ് നിങ്ങളുടെ പല മേഖലകളിലും നിങ്ങളുടെ നാശത്തിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു സെൻറ്റിമെൻ്റൽ അറ്റാച്ച്മെൻറ്റ് മറ്റുള്ളവർക്ക് ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ആ ഒരു ചിന്ത നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ പല അങ്ങനെയുള്ള മാറ്റങ്ങളും ജീവിതത്തിൽ വരുത്തുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു മാസം. ഹൈ പ്രീസ്റ്റസ് ആൻഡ് ടെമ്പറൻസ് എനർജിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പൊതുവിൽ ദൈവികമായിട്ടുള്ളത്, ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. പക്ഷേ ഈ വളരെ സെൻസിറ്റീവ്, വളരെ സെൻറ്റിമെൻ്റൽ അറ്റാച്ച്മെൻറ്റ് ചില കാര്യങ്ങളോടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിലൊന്ന് ഈ പറയുന്ന പോലെ ഈ ആത്മീയത, മതപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെയായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ അങ്ങനെയുള്ള വിശ്വാസങ്ങളിലുള്ള ആവശ്യത്തിൽ കവിഞ്ഞുള്ള ഒരു ആത്മാർത്ഥത, നമ്മൾ പറയില്ല ആത്മാർത്ഥമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നത്, ഓവറായിട്ടുള്ള ആത്മാർത്ഥത കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ മുതലെടുക്കുന്ന ആളുകൾ ഒരു പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. നിങ്ങളുടെ ചിന്തയിൽ നിങ്ങൾ വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചെയ്യുന്നതാണ്, മറ്റുള്ളവർ മുതലെടുക്കുന്നത് ആണെങ്കിൽ കൂടിയും പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ജീവിതം എവിടെയോ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ദൈവികവും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇനിയും പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ അതിനൊരു ലിമിറ്റ്, അതായത് ഒരു അതിർവരമ്പ്, അതായത് നിങ്ങളുടെ കുടുംബജീവിതം, നിങ്ങളുടെ ജോലി, അതോടൊപ്പം തന്നെ റിലീജിയസ് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിന് മാത്രം, അല്ലെങ്കിൽ ചില ആളുകൾ വിളിക്കുമ്പോൾ ഉടനെ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും, ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ജോലി ഇട്ടിട്ട് ഇങ്ങനെയുള്ള സ്പിരിച്വൽ റിലീജിയസ് കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ ഫാമിലി വിട്ടിട്ട്, ഇപ്പോൾ ഫാമിലി സിറ്റുവേഷനിൽ ഇവിടെ ചില ആളുകളെ സംബന്ധിച്ച്, എല്ലാവരിലുമല്ല, ചുരുക്കം ചില ആളുകളിലാണെന്ന് എടുത്ത് പറയണം, നിങ്ങളുടെ ഫാമിലിയിൽ വളരെ അനിവാര്യമായിട്ടുള്ള സിറ്റുവേഷൻസ്, ചിലപ്പോൾ വൈഫ് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സിറ്റുവേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡിന് എന്തെങ്കിലും വളരെ അത്യാവശ്യം ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതയുള്ള സമയമായിരിക്കാം. അപ്പോൾ ഭാര്യ ആയാലും ഭർത്താവായാലും അല്ലെങ്കിൽ ഫാമിലിയിൽ മറ്റാരെങ്കിലും അവരുടെ കാര്യങ്ങൾ വളരെ പ്രധാനം അർഹിക്കുന്ന സമയത്ത് പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നടക്കുക, അവരെ മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നടക്കുക, ഇതൊക്കെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ
എവിടെയാണ് ആ ഒരു അതിർവരമ്പ് അതിർരേഖ വരയ്ക്കേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന സമയമാണ്. എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം, പ്രാധാന്യം അർഹിക്കേണ്ടുന്ന കാര്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. അത് ഫാമിലി എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണെന്ന് മനസ്സിലാക്കുന്നു. അതേപോലെ ജോലി, അമിതമായിട്ട് ഓവറായിട്ട് ഫാമിലി മാത്രമല്ല, അല്ലെങ്കിൽ ജോലി മാത്രമല്ല, അല്ലെങ്കിൽ ഇത് രണ്ടും മാത്രമല്ലാതെ നിങ്ങളുടെ ഒരു സോഷ്യൽ ലൈഫ്, അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാവർക്കും ഒരു പേഴ്സണൽ, പ്രൊഫഷണൽ, സോഷ്യൽ ലൈഫ് ഉണ്ടാകും. അത് എല്ലാം ഒരേപോലെ എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതാണ്. എല്ലാത്തിനും ഒരേ പ്രാധാന്യമല്ല. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുന്ന ഒരു മാസമാണ് ഈ ഒരു മാസം എന്ന് പറയാം. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ലൈഫിൽ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ആ തീരുമാനങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ചില ആളുകൾ, ചിലപ്പോൾ നിങ്ങളുടെ സ്വന്തം വീട്ടിലുള്ള ആളുകളായിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം, അവർക്കൊന്നും ചിലപ്പോൾ ദഹിച്ചെന്ന് വരുന്ന തീരുമാനമായിരിക്കില്ല. കാരണം നിങ്ങളെന്ന് പറയുന്നത് എന്തിനും ഏതിനും അവർക്ക് ആവശ്യത്തിന് ഉപകരിക്കാൻ നിങ്ങളെ ഉള്ളൂ എന്നുള്ളൊരു ആളുകൾ നിങ്ങളെ പൊക്കി പറയുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ അങ്ങനെ ഒരാൾ അവരുടെ ലൈഫിന് വേണ്ടിയിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഈ പറയുന്ന ആളുകൾക്ക് അവരെ കിട്ടിയെന്ന് വരില്ല എന്നതുകൊണ്ട് മറ്റുള്ളവർ അത് അപ്രീഷിയേറ്റ് ചെയ്തെന്ന് വരില്ല. പക്ഷെ ചില ആളുകളിപ്പോൾ നാട്ടിലും നാട്ടാർക്കും സേവനം ചെയ്യുന്ന, അല്ലെങ്കിൽ പൊളിറ്റിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നടക്കുന്ന ആതുര സേവനം, സാമൂഹ്യ സേവനം ഇങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ജീവിതം വിട്ടിട്ട്, ചില ആളുകൾ പറയുകയാണെങ്കിൽ വിദേശത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നാട് വിട്ടെങ്ങും പോകില്ല എന്ന് ചിന്തിച്ച ആളുകൾ ചിലപ്പോൾ വിദേശത്തേക്ക് ചേക്കേറി പാർക്കാനുള്ള സാഹചര്യമുണ്ട്. പുറത്ത് പോകുന്നുണ്ടാകും, യൂറോപ്യൻ കൺട്രീസിൽ അതുപോലുള്ള രാജ്യങ്ങളിൽ ഒക്കെ ആയിരിക്കാം പോകാൻ സാധ്യത. അങ്ങനെയുള്ള ഇടത്തേക്ക്, അല്ലെങ്കിൽ ഓസ്ട്രേലിയ, അമേരിക്ക, ഏതെങ്കിലും രാജ്യങ്ങളിൽ, ഇതുപോലുള്ള രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു അവസരം വരുന്നുണ്ട്. വിദേശ രാജ്യത്തേക്ക് പോകുന്നു, അവിടെ സെറ്റിലാവുന്ന ഒരു പുതിയ ജീവിതം തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും അവിടെ സെറ്റിലാവാനുള്ള അവസരമൊക്കെ നിങ്ങൾക്ക് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഹൈ പ്രീസ്റ്റേഴ്സ് ആൻഡ് ക്വീൻ ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ ചില ആളുകൾ ഒരു സന്യാസ ജീവിതം നയിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ചില ആളുകൾ വിവാഹത്തിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. കാരണം ഒരുപക്ഷെ വിവാഹം നടക്കാത്തത് കൊണ്ടായിരിക്കും ചില ആളുകളിൽ. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം വിവാഹം വേണ്ടെന്ന് സ്വയം പറഞ്ഞിട്ടുള്ളവരായിരിക്കാം. വളരെ അപ്രതീക്ഷിതമായിട്ട് അവർ വിവാഹത്തിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഭക്തിമാർഗത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ സന്യാസത്തിലേക്ക് പോകുന്നു എന്ന് പറയും. ഇത് പ്രായഭേദമന്യാണ്. അപ്പോൾ നിങ്ങൾ വിവാഹം കഴിക്കില്ല എന്ന് തീരുമാനിച്ചൊരു വ്യക്തി 30 വയസ്സായാലും 40 വയസ്സായിട്ടുള്ള വ്യക്തിയാണെങ്കിലും ഒക്കെ നിങ്ങൾ ഫൈനലി ഒരു വിവാഹത്തിലേക്ക് പോകുന്നു. ഇനി അത് നിങ്ങളൊരു 65 വയസ്സ് കഴിഞ്ഞിട്ടുള്ള വ്യക്തി, 65, 70 അതിന് പ്രായമായിട്ടുള്ള വ്യക്തി വിവാഹം കഴിച്ചിട്ട് ചിലപ്പോൾ ഭാര്യയോ ഭർത്താവോ മരിച്ചു പോയിട്ടുള്ളവരോ ഡിവോഴ്സ് ആയിട്ടുള്ളവരൊക്കെ ആവാം, വീണ്ടും ഒരു വിവാഹത്തിലേക്ക് മക്കളായിട്ട് നിന്ന് വിവാഹം നടത്തി കൊടുക്കുന്ന ഒരു സാഹചര്യവും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകൾ പഴയ പ്രണയം ഒക്കെ വീണ്ടും പൊടി തട്ടിയെടുത്ത് അതൊരു വീണ്ടും വിവാഹത്തിലേക്ക് കലാശിക്കുന്നതാവാം. ഇങ്ങനെ ഒരു സിറ്റുവേഷനും സ്ട്രെങ്ത് കാർഡ് ആൻഡ് ഡെത്ത് കാർഡാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പുതിയ മാറ്റം എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമല്ല. കാരണം ഇത് വലിയൊരു മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം. ജോലി, വിദ്യാഭ്യാസം, അതേപോലെ കുടുംബജീവിതം, ബന്ധങ്ങൾ, റിലീജിയൻ, എല്ലാത്തിലുള്ള മാറ്റങ്ങളാണ്. അപ്പോൾ അത് പൊതുവെ എല്ലാവർക്കും എല്ലാ ഏരിയാസിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് ഒരു ഏരിയയിൽ മാറ്റം വരുമ്പോൾ മറ്റെല്ലാത്തിലും മാറ്റം വരുന്നുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു വളരെ ധൈര്യം ആവശ്യമായിട്ടാണ്. ഈ മാറ്റങ്ങളൊക്കെ ആക്സെപ്റ്റ് ചെയ്യാനാണ്, നിങ്ങൾ സ്വീകരിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഇവിടെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ഈ ഒരു മാറ്റങ്ങൾ അനുഭവത്തിൽ വരുന്നുണ്ട്, നിങ്ങൾ മാറുന്നുണ്ട്. പക്ഷെ ചില ആളുകൾ ആ മാറ്റത്തെ സ്വീകരിക്കാതെ അവിടെ തന്നെ കടിച്ചു നിൽക്കുന്നു. കാരണം ചില ആളുകൾ നമ്മൾ പണ്ട് പറഞ്ഞതാണ്, ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല, പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാൻ പോകുന്നു, നാട്ടുകാരെന്ത് വിചാരിക്കും. അതായത് അവരുടെ എന്താ പറയുക, അവരിവിടെ കോൺഷ്യസ് ആണ് മറ്റുള്ളവരെന്ത് പറയുമെന്ന് വിചാരിച്ചിട്ട്. ആ ചിന്ത വിചാരിച്ചിട്ട് നിങ്ങൾ മാറാതെ ഇരിക്കരുത്. ആളുകൾ പറയാനുള്ളത് എന്തായാലും എപ്പോഴും പറയും. നിങ്ങളുടെ ജീവിതമാണ് പാഴാകുന്നത്. ഈ വരുന്ന മാറ്റം അക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അതിനനുസരിച്ച് മാറുക. പണ്ട് പറഞ്ഞു, നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ അങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്, ഇപ്പോൾ നിങ്ങളുടെ ചിന്താഗതി മാറി എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ ശ്രമിക്കുക. കാരണം മറ്റുള്ളവർ എന്ത് പറയും, ചിന്തിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങളുടെ ജീവിതം വിലയിരുത്താൻ തുടങ്ങിയ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. മാത്രമല്ല നിങ്ങളുടെ ജീവിതം നിങ്ങളായിട്ട് നശിപ്പിക്കുന്ന പോലെയാണത് എന്നുള്ളത് എടുത്തു പറയുന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഒരു എനർജി
അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് സൂചിപ്പിക്കുന്നത്. ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റെഡി ആവുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ പലരും എന്തെങ്കിലും കോൺട്രാക്ട്സ് സൈൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഈ മാസം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നു, വിദേശത്ത് പോകുന്നത്, വിസ, വർക്ക് പെർമിറ്റ്, അങ്ങനെ പല പല കാര്യങ്ങൾ. ചില ആളുകൾ വിദേശത്തുള്ള ഒരു സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യുന്നുണ്ടാവും, പെർമനൻറ്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടാവും. അതിനുള്ള സാഹചര്യത്തിനൊക്കെ സാധ്യത സൂചിപ്പിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.